ഹായ് ഹലോ പ്രിയരെ, നമസ്കാരം. ഞാൻ ശ്രീ തിരുവഴിയോട്. അപ്പോൾ ഇന്നത്തെ യാത്ര നമ്മൾ അനങ്ങന്മല എക്കോ ടൂറിസം എന്ന് പറയുന്ന ഒരു അതിമനോഹരമായിട്ടുള്ളൊരു സ്ഥലത്തേക്കാണ്. അപ്പോൾ അവിടുത്തെ കാഴ്ചകളും വിശേഷങ്ങളും എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് കണ്ടുവരാം. അപ്പോൾ അങ്ങനെ നമുക്ക് നേരെ വീഡിയോസിലേക്ക് പോകാം. അനങ്ങന്മല എക്കോ ടൂറിസത്തിൽ നമ്മൾ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ അകത്ത് പോയിട്ട് ആദ്യം നമുക്ക് ടിക്കറ്റ് എടുക്കാം. എന്നിട്ട് കൂടുതൽ വിശേഷങ്ങളും കാഴ്ചകളും കാണാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പം അങ്ങനെ ഞാനിത് ആ സ്പോട്ടിലെത്തിയിട്ടുണ്ട്. ഇനി അടുത്ത പരിപാടി എന്ന് പറയുന്നത് നമ്മൾ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ആ കാണുന്നൊരു സ്ഥലത്താണ് ടിക്കറ്റ് കൊടുക്കുന്നത്. അപ്പോൾ ടിക്കറ്റിൻ്റെ വില എത്രയാണെന്നുള്ള കാര്യങ്ങളൊന്നും നമുക്കറിയില്ല. അപ്പോൾ ഒരുപാട് ആളുകളൊക്കെ ഇങ്ങനെ അവിടെ ക്യൂ നിൽക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം ടിക്കറ്റ് ഒന്ന് എടുക്കാം. അപ്പോൾ ഇവിടെയാണ് ടിക്കറ്റ് കൗണ്ടർ വരുന്നത്. അതുപോലെ ടിക്കറ്റ് കൗണ്ടർ കൊടുക്കുന്ന സ്ഥലത്ത് അപകട മുന്നറിയിപ്പ് പറഞ്ഞിട്ടുള്ള 2-3 നോട്ടീസുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഞാൻ ടിക്കറ്റ് എടുത്തു. ടിക്കറ്റിൻ്റെ വില വരുന്നത് ഒരാൾക്ക് 40 രൂപയാണ് വരുന്നത്. അതുപോലെ ഈ കാണുന്നൊരു ബോർഡിൽ ഇതുപോലെ എന്തോ ഒരു സൂചന കൊടുത്തിട്ടുണ്ട്. അതായത് വരും തലമുറകൾക്ക് വേണ്ടി നമ്മൾ ഈ ഒരു പരിസരം സുന്ദരമായി സൂക്ഷിക്കുമല്ലോ എന്നാണ് ആ ബോർഡിൽ. അപ്പോൾ നമ്മളങ്ങനെ മലയുടെ ഏറ്റവും മുകളിലേക്ക് പോവുകയാണ്. സ്റ്റെപ്പ് കയറിയിട്ട് ഒരുപാട് സ്റ്റെപ്പ് നമ്മൾ കയറാനുണ്ട്. അപ്പോൾ ആ കാണുന്നൊരു സ്ഥലത്തേക്ക് നമ്മൾ എത്തണം. അത്യാവശ്യം ദൂരമുണ്ട് സ്റ്റെപ്പ് കയറി പോകാനായിട്ട്. അത്യാവശ്യം നല്ല വെയിലാണ് ഈ ഒരു ഭാഗത്തായിട്ടുള്ളത്. മലമ്പ്രദേശമായതുകൊണ്ട് തന്നെ ചൂട് ഭയങ്കരമായിട്ട് കുറവാണ്. ശരിക്കും പറയുകയാണെന്ന് വെച്ചാൽ ഒരുപാട് കാഴ്ചകൾ ഇവിടെ കാണുന്നുണ്ട്. അതുപോലെ നല്ല പ്രകൃതി ഭംഗി ആസ്വദിക്കുന്ന ആളുകളൊക്കെ ആണെങ്കിൽ തീർച്ചയായും ഈ ഒരു സ്ഥലത്തേക്ക് വരണം. അത്രയും അതിമനോഹരമായിട്ടുള്ളൊരു സ്ഥലമാണ് ഈ അനങ്ങന്മല എക്കോ ടൂറിസം എന്നൊക്കെ പറയുന്നത്. അപ്പോൾ നമ്മൾ ഏകദേശം സ്റ്റെപ്പ് കയറി മുകളിൽ എത്താറായി. അപ്പോൾ നമുക്ക് എന്തായാലും മുകളിലത്തെ ആ ഒരു വ്യൂ എത്രത്തോളം ഭംഗിയാണെന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഈ വീഡിയോസിൽ ഫുള്ള് കാണിക്കുന്നുണ്ട്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം. അപ്പോൾ ഒരുപാട് കാഴ്ചകൾ ഞാൻ ഈ വീഡിയോക്കകത്ത് ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ നമ്മളങ്ങനെ അവസാനത്തെ സ്റ്റെപ്പ് കയറി ഏറ്റവും മുകളിൽ നമ്മൾ എത്തിക്കഴിഞ്ഞു. അപ്പം അങ്ങനെ ഞാൻ അനങ്ങന്മല എക്കോ ടൂറിസത്തിൻ്റെ ഏറ്റവും മുകളിൽ എത്തിയിട്ടുണ്ട്. വീണ്ടും ചില വീട്ടുകാര്യങ്ങൾ, അതുപോലെ ആകാശഗംഗ അങ്ങനെയുള്ള സിനിമകളൊക്കെ ഷൂട്ട് ചെയ്തിട്ടുള്ളൊരു സ്ഥലമാണ് ഈ അനങ്ങന്മല എക്കോ ടൂറിസം എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ അനങ്ങന്മലയുടെ ഏറ്റവും ആദ്യത്തെ ഒരു അതിമനോഹരമായിട്ടുള്ളൊരു കാഴ്ചയാണ് നിങ്ങൾ ഈ കാണുന്നത്. പ്രകൃതി എത്ര മനോഹരമായിട്ടാണ് ഈ അനങ്ങന്മലയെ നിർമ്മിച്ചിരിക്കുന്നത്. ആ കാണുന്നത് മറ്റൊരു മല കൂടിയാണ്. അപ്പോൾ നമ്മൾ അങ്ങോട്ടും പോകുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഫസ്റ്റത്തെ മലയുടെ മുകളിൽ നോക്കിക്കഴിഞ്ഞാൽ കാണുന്നൊരു ദൃശ്യമാണ് ആ കാണുന്നത്. ഈ ഒരു സ്ഥലം കാണാനായിട്ട് ഫാമിലി ആയിട്ടൊക്കെ ഒരുപാട് ആളുകൾ വരുന്നുണ്ട്. അതുപോലെ കുട്ടികൾക്ക് കളിക്കാൻ മറ്റൊരു സൗകര്യം കൂടി ഇവിടെ ഒരുക്കി കൊടുത്തിട്ടുണ്ട്. നല്ല മഴക്കാറുണ്ട്. അപ്പോൾ മഴ പെയ്യാൻ നല്ല സാധ്യത ഉണ്ട്. അപ്പോൾ മഴയത്തും വെയിലത്തൊക്കെ ആളുകൾക്ക് വിശ്രമിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് കുടയുടെ രൂപത്തിൽ നിർമ്മിച്ചിട്ടുണ്ട് ഇവിടെ. പറഞ്ഞ പോലെ തന്നെ നല്ല മഴയാണ്. കാണാൻ അതിസുന്ദരമായിട്ടുള്ളൊരു കാഴ്ച കൂടിയാണ്. അപ്പോൾ ഞാൻ ആ ഒരു നിർമ്മിച്ചിരിക്കുന്ന ആ ഒരു കുടയ്ക്കകത്ത് നിൽക്കുകയാണ്. അപ്പോൾ ഒരുപാട് ഫാമിലിയും എൻ്റെ ചുറ്റും നിൽക്കുന്നുണ്ട്. പെരുമഴ പെയ്ത് നനഞ്ഞാകെ. ഫാമിലിയായിട്ട് വരുമ്പോൾ ഒന്ന് സൂക്ഷിക്കാനുണ്ട്. പാറകളൊക്കെ ചിലപ്പോൾ മഴ പെയ്ത് കഴിഞ്ഞാൽ വഴുക്കാനുള്ള സാധ്യതയൊക്കെ വരുന്നുണ്ട്. ഏകദേശം മഴ തോർന്ന് നമ്മൾ നേരെ താഴേക്ക് പോകാനുള്ളൊരു തയ്യാറെടുപ്പിലാണ്. അപ്പോൾ അങ്ങനെ പൂർണ്ണമായും മഴയൊക്കെ തോർന്നു. നല്ല മഴക്കാറുണ്ട്. ഇനി നമുക്ക് നേരെ സ്റ്റെപ്പ് ഇറങ്ങി നേരെ താഴേക്ക് എത്താനുണ്ട്. അപ്പോൾ നമ്മളങ്ങനെ സ്റ്റെപ്പ് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. സ്റ്റെപ്പ് ചെറിയൊരു വഴുക്കൽ വരുന്നുണ്ട്. മഴ പെയ്തതിന് ശേഷമാണ് വഴുക്കൽ വരുന്നത്. അപ്പോൾ നമുക്ക് അപ്പുറത്തൊരു സൈഡിലുള്ളൊരു മലയും കൂടി ഉണ്ട്. നമുക്ക് ആ മലയിലത്തെ കാഴ്ചകളും പ്രകൃതി ഭംഗിയും നമുക്ക് കാണാം. അപ്പോൾ ആ ഒരു മലയുടെ ഏറ്റവും അടിഭാഗത്തായിട്ട് നല്ല അടിപൊളി ഒരു അരുവി ഒഴുകി പോകുന്നുണ്ട്. അത് ഞാൻ കാണിക്കുന്നുണ്ട് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് മുന്നിൽ.
ആ ഒരു മലയിലും അതിമനോഹരമായിട്ടുള്ള കാഴ്ചകൾ നമുക്ക് കാണാനുണ്ട്. പക്ഷേ നമ്മളിപ്പോൾ കയറിയതുപോലെ ആ ഒരു മലയിൽ പെട്ടെന്ന് നമുക്ക് കയറി ചെന്ന് കാഴ്ചകൾ കാണാൻ സാധിക്കില്ല. ആ ഒരു മലയുടെ ഭാഗത്തായിട്ട് സെക്യൂരിറ്റി ഉണ്ട് വാച്ച് ചെയ്യാനായിട്ട്. അപ്പോൾ അവിടെ എന്താണെന്ന് വെച്ചാൽ ചെറിയൊരു വ്യൂ പോയിൻ്റ് ഉണ്ട്. ആ ഒരു മലയുടെ മുകളിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നല്ല മനോഹരമായിട്ടുള്ളൊരു അരുവി ഒഴുകി പോകുന്നത് കാണാം. അപ്പോൾ ആളുകൾ കുളിക്കുന്നതും രസിക്കുന്നതൊക്കെ നമുക്ക് ആ ഒരു മുകളിലെ വ്യൂ പോയിന്റിൽ നിന്ന് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കും. അപ്പോൾ നമ്മളങ്ങനെ സ്റ്റെപ്പ് ഫുള്ള് ഇറങ്ങിക്കഴിഞ്ഞു. ഇനി നമ്മൾ തൊട്ടടുത്തുള്ള മലയ്ക്ക് നമ്മൾ പോവുകയാണ്. അപ്പോൾ ഈ ഒരു സ്റ്റെപ്പ് കടന്ന് പോകണം നമ്മൾ അപ്പുറത്തെ സൈഡിലേക്കുള്ള മലയിലേക്ക് പോകാൻ. അപ്പോൾ ഒരു ചെറിയൊരു പാലം കൂടിയും വരുന്നുണ്ട് ഈ ഒരു ഭാഗത്ത്. അപ്പോൾ അതിനിടയിലൂടെയാണ് ഒരു അരുവി ഒഴുകി പോകുന്നത്. അപ്പോൾ ഈ വെള്ളം ഒഴുകി വരുന്ന ശബ്ദം കാരണം ഞാൻ പറഞ്ഞ് ചിലപ്പോൾ കേൾക്കാൻ നിങ്ങൾക്ക് പറ്റുന്നു വരില്ല. അപ്പോൾ മഴ പെയ്തത് കൊണ്ട് തന്നെ നല്ല അത്യാവശ്യം വെള്ളം കലങ്ങി മറിഞ്ഞിട്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ അതാ അവസാനമായിട്ട് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ ഒരു വ്യൂ പോയിൻ്റ് ഇതാ. അപ്പോൾ സുന്ദരമായിട്ടുള്ളൊരു കാഴ്ച തന്നെയാണ് ഈ ഒരു കാണുന്നത്. അപ്പോൾ ഈ ഒരു ഭാഗത്തെ ഏറ്റവും മനോഹരമായിട്ടുള്ളൊരു ഭംഗി എന്ന് പറയുന്നത് ഈ ഒരു കാഴ്ച തന്നെയാണ്. അപ്പോൾ ഇതൊക്കെയാണ് അനങ്ങന്മലയുടെ വിശേഷങ്ങളും കാഴ്ചകളും പ്രകൃതി ഭംഗിയും. പ്രകൃതി നമുക്ക് ഒരുക്കി തന്ന സുന്ദരമായിട്ടുള്ളൊരു കാഴ്ചയാണ് അനങ്ങന്മല എക്കോ ടൂറിസം. അപ്പോൾ അനങ്ങന്മല എക്കോ ടൂറിസത്തിൻ്റെ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക. അപ്പോൾ വീണ്ടും നമുക്ക് മറ്റൊരു വീഡിയോസിൽ കാണാം. ഓക്കെ, ബൈ.